ഹലോ കൂട്ടുകാരെ, ടേസ്റ്റ് ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വള്ളിമാങ്ങ അച്ചാറുണ്ടാക്കാം. ഈ വള്ളിമാങ്ങ കൂടുതലായിട്ടും കാട്ടിലാണ് കാണപ്പെടുന്നത് കേട്ടോ. നാട്ടിൻ പ്രദേശത്ത് വളരെ കുറവായിരിക്കും. എനിക്കിത് കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പത്ത് നിന്ന് കിട്ടിയതാണേ. വള്ളിമാങ്ങയുടെ ചെടി പേര് പോലെ തന്നെ വലിയ വള്ളിയായിട്ട് മരങ്ങളിൽ കയറിയാണ് മുന്തിരി കുലകൾ പോലെ കൊലകൊലയായിട്ടാണ് ഇത് കായ്ക്കുന്നത്. കുലകളിൽ നിന്നും അടർത്തി വൃത്തിയായി കഴുകിയെടുത്ത വള്ളിമാങ്ങ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്കിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 4-5 മിനിറ്റോളം അത് തിളച്ച് കഴിയുമ്പോൾ അതിന് ചെറുതായിട്ടൊരു കളറിന് ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് നമുക്ക് അത് വാങ്ങി വയ്ക്കാം. ഈ വള്ളിമാങ്ങയ്ക്കകത്ത് മുഴുത്ത 3 കുരുവുണ്ട്. അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് നടുവേ മുറിച്ച് അതിനുള്ളിലെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ഇങ്ങനെയാണ് നമ്മളത് വൃത്തിയായിട്ട് അച്ചാറിൻ്റെ ഭാഗമായി ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഈ കുരുവെല്ലാം വേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പല ഇവയെല്ലാം നന്നായിട്ട് മുറിച്ച് വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഇട്ട് ചെറു തീയിൽ നന്നായി മൂപ്പിച്ചെടുക്കാം. അത് തണുക്കാനായി മാറ്റിവെക്കാം. വള്ളിമാങ്ങ അച്ചാറിടാനായി നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ നമുക്ക് ഒഴിക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുകും ഇട്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പലയും അതിലേക്കിട്ട് നന്നായി അത് വഴറ്റി ചെറിയതായിട്ട് കളർ മാറുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം. വള്ളിമാങ്ങ നമുക്ക് കടകളിലൊന്നും ലഭിക്കുകയില്ല. ഇത് ഉൾനാടൻ പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ചെടിയുടെ കായാണ്. അത് നമുക്ക് മാങ്ങായും അമ്പഴങ്ങായും ഒക്കെ ഉപ്പിലിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഈ വള്ളിമാങ്ങ ഉപ്പിലിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ലെണ്ണയിൽ കിടന്ന് പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പലയും ഒക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പിടി കരിയാപ്പല കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ഈ കൂട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിതിന് അച്ചാർ പൊടി ഞാൻ പൊതുവെ അച്ചാറിന് ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ കളറാകുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഒരു 4-5 സ്പൂൺ ഓളം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ചൂടാക്കി വിനാഗിരിയിലെ വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കാം. നമുക്ക് അച്ചാറിനാവശ്യമായ ഒരു പിടി കല്ലുപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി അലിപ്പിച്ച് എടുക്കാം. ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വള്ളിമാങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും അരപ്പ് വരത്തക്ക വിധത്തിൽ നന്നായി ചേർത്തെടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ഉലുവയും കടുകും ഒന്ന് ചെറുതായി പൊടിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കായപ്പൊടി കൂടി ചേർക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാറിലേക്ക് ഉലുവയും കടുകും പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ അച്ചാർ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും. ഒരു 10 ദിവസത്തിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും എല്ലാം പിടിച്ച് നല്ല പോലെ റെഡി ആയിട്ടുണ്ടാകും. നല്ല കഴുകി തുടച്ചൊരു ചില്ലുഭരണിയിലേക്ക് ഈ അച്ചാർ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം. എല്ലാവരുടെ അഭിപ്രായം പറയണം. എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.